ഇനി കോഴിക്കോട്ടേക്കാണ്. കാരശ്ശേരിയിൽ കോൺഗ്രസ് അനുഭാവിയെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗിൽ തർക്കം. നോർത്ത് കാരശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലാണ് വാക്ക് തർക്കമുണ്ടായത്. മുസ്ലിം ലീഗിന്റെ കുത്തക അതന്നെ പറയുന്നത്. ഞാൻ 5 ആളിലെ ഒരു കമ്മിറ്റിയിലെ ആളാ. ഞങ്ങൾ 2 ആളുകൊണ്ട് പറയാതെ ഓല് 3 ആൾ തീരുമാനിച്ച അതിന് ആൾക്കാർ സപ്പോർട്ട് APന്റെ ആൾക്കാരെ കോൺഗ്രസിന്റെ ഞങ്ങൾ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാണ് നിൽക്കാന്നും പറഞ്ഞത്. അതിന് സപ്പോർട്ടാ പൂർണ്ണ സപ്പോർട്ട്. ലീഗിനെ പറ്റും കോണി പറ്റൂല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, കോൺഗ്രസ് അനുഭാവിയെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കേണ്ട സാഹചര്യം എന്താണ് ഇവരുടെ ആരോപണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരശ്ശേരി 16-ാം വാർഡിൽ അത് ലീഗിന്റെ സീറ്റാണ്. ലീഗിന് ലഭിച്ച സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥി കോണിച്ചിഹ്നത്തിൽ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ നേതാക്കളിൽ ചിലർ ചേർന്ന് അവിടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തുക, അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായോ ലീഗ് ചിഹ്നമായ കോണിയിലോ മത്സരിക്കാതെ ലീഗിന് ലഭിച്ച UDF നൽകിയ 16-ാം വാർഡിൽ ഒരു കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഇതിനെതിരെയാണ് നോർത്ത് കാരശ്ശേരി ഓഫീസിന് മുൻപിൽ വെച്ച് വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് നടുക്കണ്ടി അബൂബക്കറിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തെറിവിളിയുമായി പ്രവർത്തകർ എത്തുകയായിരുന്നു. പിന്നീട് അബൂബക്കറിനെ അവിടുന്ന് മാറ്റുകയും ചെയ്തു. ഈ നേരത്തെ തന്നെ ഈ പ്രവർത്തകർ അവിടെ ലീഗ് തന്നെ മത്സരിക്കണം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുക, പല സ്ഥലങ്ങളിലും ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യമുണ്ട്. അത് പല ജില്ലകളിലും മലബാറിലുണ്ട്. കാരണം ലീഗ് ഒരു കേഡർ പാർട്ടിയെ പോലെ സജീവമായി പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് അത്രമേൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ അതേ സമയത്താണ് ലീഗിന് അനുവദിച്ച സീറ്റിൽ ലീഗിന്റെ കോണി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കം നടന്നത്. അതിനെതിരെയാണ് ഈ നോർത്ത് കാരശ്ശേരിയിൽ ഇത്തരത്തിലൊരു തർക്കത്തിലേക്കും വാക്കേറ്റത്തിലേക്കും നീങ്ങിയത്. പ്രവിത. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.